രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന രീതിയായി കാണിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് ചപ്പാത്തിയൊക്കെ ഇത്തിരി കൂടെ ലൂസായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഡ്രൈ പൗഡർ ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തത്. അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ലൂസായിട്ട് കുഴച്ച് അതിൽ നിന്ന് ആ ആട്ടയിൽ നിന്നിലൂടെ ഒരു സ്പൂൺ ഇട്ടിട്ട് പൾസ് ചെയ്തെടുക്കും. അപ്പോൾ പൾസ് ചെയ്യുമ്പം ഒന്നി കുഴഞ്ഞ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ പൗഡർ ഇട്ട് കൊടുക്കണം. അതേസമയം ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ ഒരിച്ചിരിയും കൂടെ ലൂസായിട്ട് നമ്മൾ കുഴച്ച് ആട്ട ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും പൾസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഗോതമ്പ് പുട്ടുണ്ടാക്കുന്ന പരുവം നിങ്ങൾക്കറിയാമല്ലേ, അതുപോലെ ചെയ്തെടുക്കും. ഞാനങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇവിടെ ക്ലാസ്സിന് പോകാൻ സമയമായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുക. അവന് തേങ്ങ ഒന്നും അധികം ഇടുന്നത് ഇഷ്ടമല്ല. അവന് ഇതൊക്കെ കറി കൂട്ടി കഴിക്കുന്ന ഇഷ്ടം. ഇപ്പം പഴമുണ്ട്, പഴമാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്പീഡ് തട്ടിയ വഴിക്ക് അതങ്ങ് പൊടിഞ്ഞു പോയി. അപ്പോൾ അത് അവന് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കാനെടുത്തത്. അവന് 7 മണിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ എല്ലാം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ടിപ്സ് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം ഞാൻ സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുത്ത്. ഇപ്പോൾ സവാളയ്ക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ സവാളയൊന്ന് വാടി വന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ടൊമാറ്റോ ചേർത്ത് കൊടുത്തു. അപ്പോൾ ടൊമാറ്റോയുടെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ തോരൻ വെക്കാനായിട്ട് കാബേജ് അരിഞ്ഞ് അപ്പം ചിന്തിച്ച് ഇത്തിരി സവാളയ്ക്ക് പകരം 1.5 കൈപ്പിടി കാബേജ് ഇട്ട് കൊടുത്ത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുന്നുടനെ പിന്നെ പൊടികൾ ചേർക്കാം. അപ്പം ഇത്രയും കാബേജ് ചേർത്തുണ്ടെങ്കിൽ ഒരു 2-3 സവാളയുടെ അത്രയും വഴന്ന് വന്നാൽ എത്രയും ക്വാണ്ടിറ്റി ആണോ അതുപോലുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ കാബേജും എല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നു. ഇതിലേക്കിപ്പോൾ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോതണം വരെ ഒന്ന് ഇളക്കി ചേരുന്ന അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി എല്ലാം മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തേ. എന്നിട്ട് അതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അത് നന്നായി ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ കുത്തലും അതെല്ലാം ഒന്ന് മാറാനായിട്ട്. അരപ്പൊക്കെ തിളച്ചോണ്ട് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ചേരും കൂടെ ഒന്ന് അടച്ച് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് നന്നായി തെളിഞ്ഞ് വരും. അപ്പോൾ കുറച്ച് നേരമായി ഇവിടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാബേജ് തോരൻ വെക്കുന്നുണ്ട്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് വഴറ്റി കറിവേപ്പില ഇട്ടതിന് ശേഷം പിന്നീട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് വഴന്ന് വന്ന ഉടനെ ഇച്ചിരി നേരം ഒന്ന് വാട്ടിയെടുത്തിട്ട് കാബേജ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായി ഇളക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാബേജ് തോരനും റെഡിയായി. അപ്പോൾ ഇച്ചിരി മീൻ മസാല പുരട്ടിയതുണ്ടായിരുന്നു, അതും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി എനിക്ക് അത്താഴത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ രാവിലത്തെ പുട്ടുപൊടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ഇട്ടിട്ടുണ്ട്.